ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വെള്ളരിക്കയും ചക്കക്കുരും മാങ്ങയും പരിപ്പും കൂടെ എല്ലാം ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു നാടൻ ഒഴിച്ചുകറി റെഡിയാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത്. അതെടുത്തിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഒരു മാങ്ങ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ എടുക്കുമ്പോൾ നമുക്ക് പുളിക്കനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ്. പിന്നെ ചക്കക്കുരു എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചക്കക്കുരു എല്ലാം എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്പം വേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാളയും തക്കാളിയും കൂടെ സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ പരിപ്പിൻ്റെ കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. 1/2 കപ്പ് സാമ്പാർ പരിപ്പ് എടുത്ത് വാഷ് ചെയ്ത ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം നമുക്ക് വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാങ്ങ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു സവാള കട്ട് ചെയ്ത് വെച്ചത്, പച്ചമുളകും വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടിയെല്ലാം എടുക്കുമ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കാം. ഇതിലേക്ക് ഇനി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലോട്ട് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി പരിപ്പ് അധികം മിക്സ് ചെയ്ത് കൊടുക്കാതെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പരിപ്പും വെള്ളരിക്കയും ഒരുമിച്ച് വേവിച്ചെടുക്കുമ്പോൾ പരിപ്പ് അല്ലെങ്കിൽ അധികം വെന്ത് പോകാതിരിക്കും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് മുകൾ ഭാഗം മാത്രം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് മൂടി വെച്ച് 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും വെച്ച് വരുത്തിയിട്ട് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. പരിപ്പെല്ലാം നന്നായി വെന്ത് വരുമ്പോഴാണ് കറിക്കും നല്ല ടേസ്റ്റ് ലഭിക്കുന്നത്. വെള്ളരിക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഇതിനായി 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പം വെള്ളരിക്കയെല്ലാം വെന്തതിന് ശേഷം ഇപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതേ ജാറിൽ അല്പം വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ബോയിലായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്സ് കൂടെ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ എല്ലാം കൂടെ 2 മിനിറ്റ്സ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം. കറി താളിക്കാനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 3 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചതും വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വേപ്പിലയും ഉണക്കമുളകും എല്ലാം നന്നായി തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെള്ളരിക്കയും മാങ്ങയും ചക്കക്കുരും പരിപ്പും കൂടിയിട്ടുള്ള കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും അപ്പോൾ ഒരു തവണയെങ്കിലും വെള്ളരിക്ക വെച്ച് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടുതൽ ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.